തീർച്ചയായിട്ടും. കാരണം SIT ഫോം ചെയ്തിരിക്കുന്നത് തന്നെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ്. അപ്പോൾ ഇന്നത്തെ ഭരണ സംവിധാനം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അതിന്റെ ദേവസ്വം മന്ത്രിയായിരുന്നിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനും മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും ഒക്കെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് പോറ്റിമാരിൽ ഈ അന്വേഷണം നിൽക്കുക എന്നുള്ളതല്ലാതെ മുകളിലേക്കുള്ള അതിന്റെ ഉന്നതമായിട്ടുള്ള ആളുകളെ ശിക്ഷിക്കുവാനും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനുമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള പ്രവർത്തനവും നടക്കില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഈ സർവ്വസ്വതന്ത്രമായ ഒരു ഏജൻസി CBI തന്നെ വേണം ഈ ഒരു ശബരിമല കൊള്ള അന്വേഷിക്കാനും. എങ്കിൽ മാത്രമാണ് ആ ഒരു കൊള്ളയുടെ വ്യാപ്തി ഭക്തജനങ്ങൾക്കും പൊതുസമൂഹത്തിനും മനസ്സിലാക്കുവാനും അർഹമായിട്ടുള്ള ശിക്ഷ ഈ കാട്ടുകള്ളന്മാർക്ക് കൊടുക്കുവാനും സാധിക്കുക. അത് രാജിവെക്കുമല്ലോ, ഒരു പ്രത്യേകിച്ച് രാജിവെക്കും. പത്രത്തിലൊക്കെ കണ്ടില്ലേ ഇങ്ങനത്തെ ദേവസ്വം മന്ത്രി എന്തിനാണുള്ളത്? ഇവര് ദൈവമില്ല അമ്പലമില്ല എന്ന് പറഞ്ഞുള്ള ആൾക്കാരല്ലേ, പിന്നെന്തിനാ ഇവർക്ക് ദൈവത്തിന്റെ പൈസ? ഇവർ ഈ ഭക്തജനങ്ങൾക്ക് ദൈവത്തിന്റെ ദേവസ്വം ബോർഡ് എല്ലാം ഒഴിവാക്കിയിട്ട് ഭക്തജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം, എന്നിട്ട് അവര് നടത്തിക്കോട്ടെ. എന്നിട്ട് ഇത്ര പ്രശ്നങ്ങൾ വരാനില്ലല്ലോ. ഉണ്ട് 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 ഉണ്ട്